ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. സ്നേഹാദരണീയരായ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് പരിശുദ്ധ റമദാനിലൂടെ നേടിയെടുത്ത ഊർജത്തെ ആവേശത്തെ കെടാതെ കാത്ത് സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നിർവഹിച്ച കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവും. അത് അതേപടി നിലനിർത്തുവാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവും. വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു തുടർ പഠനമാണ് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ നിരവധി പ്രത്യേകമായ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ റസൂൽ നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാവിലെ, വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല പാരായണം ചെയ്യും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് റാശിയ പാരായണം ചെയ്യും. എന്തുകൊണ്ടത്? അഅലക്ക് റാശിയക്ക് പ്രത്യേകതകളുള്ളത്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യും. വെള്ളിയാഴ്ച സുബഹിയിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ സജ്ദയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യും. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിൽ സൂറത്ത് ജുമുഅയും മുനാഫിഖൂൻ അല്ലെങ്കിൽ സൂറത്തുൽ അഅലയും സൂറത്തുൽ റാശിയയും പാരായണം ചെയ്യും. വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഒക്കെ പാരായണം ചെയ്യാൻ പ്രത്യേകമായ സൂറത്തുകളുടെ പേരെടുത്ത് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചു. സൂറത്തുകൾക്കും ആയത്തുകൾക്കും സവിശേഷതകളുണ്ട്, മറ്റുള്ളവയെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സവിശേഷതകളെ ഉൾക്കൊണ്ട് അതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അവ പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്. ആ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം. വേറെ മഹത്വങ്ങളുള്ള പ്രത്യേകതകൾ അറിയിക്കപ്പെട്ട പ്രത്യേകമായ ഒട്ടനവധി സന്ദർഭങ്ങളിൽ പാരായണത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട വചനമാകുന്നു ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങളെ സംബന്ധിച്ച്, അത് പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ച പ്രത്യേകമായ സമയങ്ങളെക്കുറിച്ച്, ആ ആയത്തുൽ കുർസി കടന്നു വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷമായ അസ്മാകളെ സംബന്ധിച്ച്, അതിന്റെ തഫ്സീറുകളിലൂടെ ഒരു 8-10 ഖുതുബകളിലൂടെ ആഴത്തിലൊരു പഠനം ആയത്തുൽ കുർസിയെ സംബന്ധിച്ച്
എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സമ്പൂർണ്ണമായി അവതരിപ്പിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. അതിന്റെ മഹത്വങ്ങൾ ഫളായിലുകൾ വിശദീകരിക്കുന്നിടത്ത് ഒന്നാമതായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ ആയത്തുകളിൽ ഏറ്റവും മുന്തിയ, ഏറ്റവും സവിശേഷതയുള്ള, ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഖുർആനിലെ ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ ആ ആയത്തുൽ കുർസി. സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ അബാ മുൻദിർ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേര് കുനിയത്താണ് അബൂ മുൻദിർ, മുൻദിറിന്റെ വാക്ക്. യാ അബാ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം. താങ്കളുടെ അടുക്കൽ, താങ്കൾക്ക് അല്ലാഹുവിന്റെ കിതാബിലെ ആയത്തുകളിൽ ഏറ്റവും അഴവമായ, ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ് എന്ന് താങ്കൾക്ക് അറിയാമോ എന്ന് റസൂൽ ചോദിച്ചു. ആ ചോദ്യം പള്ളിയിലേക്ക് വന്ന സമയത്തായിരുന്നു. ആ ചോദ്യം പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ ഇരുന്ന സമയത്തായിരുന്നു. നമസ്കരിക്കാതെ ഇരുന്നപ്പോൾ എഴുന്നേൽപ്പിച്ച് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി പറയുകയും എന്നിട്ട് റസൂൽ ചോദിച്ച ചോദ്യമാണ് ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി അല്ലാഹു റസൂലുഹു അഅലം. എനിക്കറിയില്ല, അല്ലാഹുവിനെ അറിയാം, റസൂലിന്. അതൊരു സൂക്ഷ്മതയാണ്. അറിയുമെങ്കിലും അങ്ങനെ പറയുക എന്നുള്ളത് അതിന്റെ ക്ലിപ്തവും വ്യക്തവുമായ മറുപടി അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ എന്ന തലത്തിലാണ് മറുപടി. റസൂൽ ചോദ്യം ആവർത്തിക്കുകയാണ്, യാ അബാ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം. താങ്കളുടെ അടുക്കൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ്? ചില ഹദീസുകളിൽ ഈ ചോദ്യം റസൂൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഞാൻ അല്ലാഹു അഅലം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ അറിയുന്നത് അദ്ദേഹം പ്രതികരിക്കുകയാണ്. പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന വചനമാകുന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്റെ ഹൃദയത്തിൽ, നെഞ്ചിന്റെ മുകളിൽ ഇങ്ങനെ കൊട്ടി. ഒരു ആശ്വാസത്തിന്റെ, ഒരു അംഗീകാരത്തിന്റെ, ഒരു അഭിനന്ദനത്തിന്റെ ഒരു തലോടൽ, ഒരു കൊട്ടുകയും ഫഖാല എന്ന് പറഞ്ഞു, വല്ലാഹി ലിയഹ്ദികൽ ഇൽമ അബാ മുൻദിർ. അല്ലയോ അബൽ മുൻദിർ, ബയ്യേ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലൈസ ഫിൽ ഖുർആനി ആയത്തുൻ വാഹിദ തളമ്മനത് മാ തളമ്മനതുഹു ആയത്തുൽ കുർസി ഫഇന്നഹാ ദക്കറ അല്ലാഹു അവ്വല സൂറത്തുൽ ഹദീദ് വആഖിറ സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹദീദിന്റെ ആരംഭം മുതൽ സൂറത്തുൽ ഹശറിന്റെ അവസാനം വരെ ഉൾപ്പെടെ ആ 2-3 സൂറത്തുകളിൽ അല്ലാഹുവിന്റെ നിരവധി അസ്മാഉകൾ രേഖപ്പെടുത്തപ്പെട്ട സൂറത്തുകൾ. അവയിൽ എല്ലാത്തിനെയും അവയെക്കാളെല്ലാം മുന്തിയ ഈ ഒരായത്തല്ലാതെ മറ്റൊരായത്ത് വിശുദ്ധ ഖുർആനിനകത്തില്ല. സംസാരങ്ങളിൽ വെച്ച് ഖൈറുൽ കലാമി കലാമുല്ലാഹ്. സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സംസാരത്തിൽ നല്ല സംസാരം അത് അല്ലാഹുവിന്റെ സംസാരം. ആ അല്ലാഹുവിന്റെ സംസാരങ്ങളിൽ ഏറ്റവും മുന്തിയത് വഖൈറു മാ നസല മിൻ കലാമിഹി തആല അൽ ഖുർആനുൽ കരീം. ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹുവിന്റെ സംസാരമാണ് സംസാരത്തിൽ മുന്തിയത്. ആ സംസാരത്തിൽ മുന്തിയത് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ വചനമാണ്. ആ ഖുർആനിലെ വചനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് അത് ആയത്തുൽ കുർസിയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ആയത്തിന്റെ പ്രാധാന്യത്തെയും ഗൗരവത്തെയും നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി ഈ ആയത്തിന്റെ മഹത്വം പറയുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ അസ്മാഉകൾ. എന്താണ് അസ്മാ, എന്തിനാണ് അസ്മാ, എങ്ങനെയാണ് അസ്മാഉകളെ കൈകാര്യം ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് മറ്റു ഖുതുബകളിലൂടെ വിശദീകരിക്കാം. അല്ലാഹുവിന്റെ അസ്മാഉകളുടെ പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ആ പേരുകളെല്ലാം ഒരുപോലെയല്ല, അതിൽ മഹത്വമുള്ള പേരുകളുണ്ട്. അതിൽ ഇസ്മുല്ലാഹി അഅളമുണ്ട്, പേരുകളിൽ മഹത്വമുള്ളതുണ്ട്. എല്ലാ പേരും ഒരേ കാറ്റഗറിയിൽ പെട്ടതല്ല. ആ ഇസ്മുല്ലാഹിൽ അഅളം ഉൾക്കൊള്ളുന്ന വചനമാകുന്നു ആയത്തുൽ കുർസി എന്നത്.
വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ ഏതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം. അല്ലാഹ് എന്ന പദമാണ് അത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ റസൂലുള്ളാഹിയിൽ നിന്നുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ഇസ്മുല്ലാഹിൽ അഅ്ലം, അല്ലാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മ എന്ന് പറയുന്നത് ലഫീ തലാത്തി സൂറത്തിൻ ഫി ഖുർആൻ, ഖുർആനിൽ 3 സൂറത്തിലാണുള്ളത്. ഖുർആനിൽ 3 സൂറത്തിലാണ് അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ലം ഉള്ളത്. ഫി സൂറത്തുൽ ബഖറ വ ആലി ഇംറാൻ വ ത്വാഹ. റസൂലുള്ളാഹിയിൽ സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ആ 3 സൂറത്തുകൾ ബഖറയിലും സൂറത്ത് ആലി ഇംറാനിലും സൂറത്ത് ത്വാഹയിലും അല്ലാഹുവിന്റെ ഇസ്മുകളായി വന്നതിന് മുൻപിൽ വെച്ചുകൊണ്ട് അതിൽ മുഴുവൻ മാച്ച് ചെയ്ത് വരുന്നത് ഏത് എന്ന് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമമാകുന്നു എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആയത്തുൽ കുർസി 255-ാമത്തെ വചനം ആരംഭിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്ത് ആലി ഇംറാന്റെ 2-ാമത്തെ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന പദപ്രയോഗമാണ്. സൂറത്ത് ത്വാഹയുടെ 111-ാമത്തെ വചനം വഅനതുൽ വുജൂഹ് ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമിനെയും ചേർത്തിക്കൊണ്ട് അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നും അത് 3 സൂറത്തുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നും അത് ഉൾപ്പെടുന്ന വചനമാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അത് അതിന്റെ മഹത്വത്തെയും പ്രത്യേകതയെയും അറിയിക്കുന്നു. മൂന്നാമതായി പണ്ഡിതന്മാർ ഇത് സംബന്ധമായി വിശദീകരിക്കുന്നിടത്ത് കാണാം, പിശാചിനെ വിട്ടുമാറ്റാൻ, പിശാചിനെ അകറ്റി നിർത്താൻ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ അവന്റെ അടുത്ത് പിശാച് സമീപിക്കുകയില്ല. തഖ്വയിലായിരുന്നു നമ്മൾ, തഖ്വ പാലിക്കാൻ ശ്രദ്ധ കൊടുക്കുന്നവരാണ് നമ്മൾ. അതിന് വീഴ്ച വരുന്നത് പിശാചിന്റെ സ്വാധീനം, അവന്റെ ഉപദേശങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ. അത് നമ്മെ ബാധിക്കാതിരിക്കുവാൻ ആയത്തുൽ കുർസി നമ്മെ സഹായിക്കും. പിശാചിൽ നിന്നുള്ള മോചനത്തിന് സഹായിക്കുന്ന വചനമാണ് ആയത്തുൽ കുർസി. 3 വ്യത്യസ്തങ്ങളായ ഹദീസുകൾ. ആ ഹദീസുകളിലെല്ലാം വിശദീകരിക്കപ്പെട്ട ഒരു സംഭവമുണ്ട്. എല്ലാം ഒരേ സംഭവത്തിലേക്കാണ് സൂചന നൽകുന്നത്. വിശദമായ ഹദീസാണ്. ഇമാം ബുഖാരിയും അതുപോലെ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സകാത്തിന്റെ മുതൽ സംരക്ഷിക്കാൻ, അതിന് രാത്രി കാവല് നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി ചുമതലപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദി സകാത്തി റമളാൻ, റമളാനിലെ സകാത്ത്, പ്രത്യേകമായി പള്ളിയിലേക്ക് വന്ന ഈത്തപ്പഴം, അതിന് രാത്രി ചുമതല റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചത് കാവല് നിൽക്കാൻ വേണ്ടി. ഫഅതാനി ആതിൻ ഫജഅല യഹ്ദു മിന ത്വആം ഫഅഖദതുഹു. രാത്രി ഒരാൾ കടന്നു വന്നു, ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചു. അദ്ദേഹം അതെടുത്ത് ഉപയോഗിച്ചു. അത് സകാത്തിന്റെ മുതലാണ്, ഓഹരി വെക്കപ്പെടാനുള്ളത്. അതിന് മറ്റാരും അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല. ഈ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചിട്ട് അബൂ ഹുറൈറ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി ലാ അർഫഉക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ താങ്കളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഹാജരാക്കും. ആ സമയത്ത് അദ്ദേഹം എക്സ്ക്യൂസ് പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വ അലിയ ഇയാൽ, ഞാൻ ആവശ്യക്കാരനാണ്, ഒരുപാട് പ്രയാസത്തിലാണ്, ധാരാളം മക്കളുണ്ട്, വലിയ കഠിനമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാകുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഞാൻ മോചിപ്പിച്ചു വിട്ടു. നേരെ കൊടുത്തപ്പോൾ അബൂ ഹുറൈറയോട് റസൂൽ ചോദിച്ചു, ഇന്നലെ രാത്രി താങ്കൾ തടവിലാക്കിയ ആളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പ്രശ്ന പ്രയാസങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല അമ്മ താങ്കളോട് അദ്ദേഹം പറഞ്ഞത് കളവാകുന്നു, അവൻ മടങ്ങി വരുന്നു, ഇനിയും വരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ കളവാണ്, നീ അദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹം പിറ്റത്തെ ദിവസവും രാത്രി വന്ന് ഇതേപോലെ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ആവലാതിയും വേവലാതിയും ഒക്കെ പറഞ്ഞു. സകാത്ത് മുതലൊന്നും മോഷ്ടിച്ചെടുത്തില്ലായിരുന്നു. എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തെ വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒഴിവാക്കി വിടുകയാണ്. അങ്ങനെ റസൂൽ നേരെ കൊടുക്കുമ്പോൾ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഉണ്ടായതൊക്കെ അദ്ദേഹം വിശദീകരിച്ചു.
മൂന്നാമത്തെ ദിവസവും രാത്രി വന്ന സമയത്ത് ഇതേ വാചകങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് വഴങ്ങിക്കൊടുത്തില്ല. ആ സമയത്ത് ആ വന്ന വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഞാൻ നിനക്ക് ചില വാചകം പറഞ്ഞു തരാം. ആ വാചകം നീ നിർവഹിച്ചാൽ നിന്റെ വിരിപ്പിലേക്ക് നീ ചെന്ന് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വന്ന ആഗതനായ വ്യക്തിയാണ് പറഞ്ഞു കൊടുക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വിരിപ്പിലേക്ക് യാത്ര ചെന്നാൽ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. അത് നേരം പുലരുന്നത് വരെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള നേരം പുലരുന്നത് വരെ പിശാചിൽ നിന്ന് താങ്കൾക്ക് സംരക്ഷണം ഉണ്ടായിരിക്കും. അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു കാവലിലായിരിക്കും താങ്കൾ. നേരം കൊടുത്തു ഉണ്ടായ സംഭവമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ആ സമയത്ത് റസൂൽ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബ്, അവൻ പെരുങ്കള്ളനാണ്, കദൂബാണ്, പക്ഷെ അവൻ പറഞ്ഞത് സത്യമാണ്. ഫിറാശിലേക്ക് ചെല്ലുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പിശാച് നിന്നെ സ്വാധീനിക്കുകയില്ല എന്ന് പറഞ്ഞ വാചകം ആ പറഞ്ഞത് ശരിയാകുന്നു, പക്ഷെ അവൻ പെരുങ്കള്ളനാകുന്നു. تعلم من تخاطب منذ 3 ليال يا أبا هريرة. അബൂ ഹുറൈറ കഴിഞ്ഞ 3 രാത്രികളിൽ താങ്കളുമായി സന്ധിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തത് ആരാണ് എന്ന് താങ്കൾക്ക് അറിയാമോ? ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, എനിക്കറിയുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ദാക ശൈത്താൻ, അവൻ പിശാചാകുന്നു. വന്നത് തന്നെ പിശാച്. ഹദീസില് തടിയനായ മനുഷ്യൻ പല റിവായത്തുകളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ സാധിക്കും. ആ റിവായത്തുകളിലെല്ലാം താങ്കൾ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം എന്ന പ്രയോഗം കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി ദാകിറതു ലകി ശൈഅൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ആയത്തുൽ കുർസി ഇഖ്റഅ ഫീ ബൈതിക വലാ യഖറബുക ശൈത്താനൻ വലാ ഗൈറു. നീ നിന്റെ വീട്ടിൽ ഖുർആൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, അവിടെ നിന്നെ പിശാച് ബാധിക്കുകയില്ല. ഈ സംഭവം പറഞ്ഞപ്പോഴും റസൂലുള്ളാഹിയുടെ പ്രതികരണം, അവൻ പറഞ്ഞത് ശരിയാണ്, അവൻ പെരും കള്ളനാകുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സംഭവം ഇതിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്. ആ ഹദീസിൽ സൂചിപ്പിക്കുന്നത്, താങ്കൾ വൈകുന്നേരം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പുലരുന്നതിന് മുൻപ് മരണപ്പെട്ടാൽ താങ്കളുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. താങ്കൾ രാവിലെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ വൈകുന്നേരത്തിന് മുൻപ് മരണപ്പെട്ടാൽ അത് താങ്കൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനമായിരിക്കും, നരകത്തിൽ നിന്നുള്ള ഒരു തടയലായിരിക്കും എന്നുള്ള റസൂൽ അവസാനം പറഞ്ഞത്. സ്വദഖൽ ഹബീസ്, ഹബീസ് സത്യം പറഞ്ഞു എന്നാണ്. മോശക്കാരൻ, ഹബീസ് എന്ന ചീത്തത്, ആൾ മോശക്കാരനാണ്, പക്ഷെ പറഞ്ഞത് സത്യമാകുന്നു എന്ന്. ഈ 3 ഹദീസുകളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി സൂറത്ത് ആയത്തുൽ കുർസിയും ആയത്തുൽ കുർസി ഉൾപ്പെടുന്ന സൂറത്തുൽ ബഖറയും വീടുകളിൽ പാരായണം ചെയ്യപ്പെടണം. വൈകുന്നേരങ്ങളിൽ പാരായണം ചെയ്യപ്പെടണം, രാവിലെ പാരായണം ചെയ്യപ്പെടണം. പിശാചിൽ നിന്നുള്ള എല്ലാവിധ സംരക്ഷണവും അത് മുഖേന ലഭിക്കുന്നതാണ് എന്ന് പിശാചിന്റെ നാവ് കൊണ്ട് തന്നെ. അങ്ങനെയാണ് ഇസ്ലാമിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ. ദൈവത്തൊക്കെ നമ്മൾ ഇറങ്ങി പണിയെടുത്തിട്ടില്ലെങ്കിലും ഇസ്ലാമിനെ പ്രചരിക്കും. വെറുതെ ഇരിക്കുന്ന ആള് ഇരുന്നോട്ടിരുന്ന് വെറുതെ മുസ്ലിമാവും. നമുക്ക് സംഭവങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ നിർവഹിക്കും. ഫറോവ മൂസാ നബിയായിട്ട് സംവാദത്തിന് വെല്ലുവിളിച്ചു. സിഹിർ, ഒരു മാജിക് മത്സരം, എല്ലാ പബ്ലിസിറ്റിയും എല്ലാ ഫിനാൻസും ആൾക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയത്, എല്ലാ ചെലവും ഫറോവന്റെ കീഴിലാണ്. വന്ന സാഹചര്യങ്ങളൊക്കെ കൂടിയ മുസ്ലിമായിട്ട് എന്ത് കണ്ടിട്ട് ചിത്രത്തിൽ കണ്ടു. വലിയ അധ്വാനമൊന്നും മൂസാ നബിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിസ്കരിച്ചോ, ഞാൻ നോമ്പെടുത്തോ, ഞാൻ സക്കാത്ത് നൽകിയോ, ഞാൻ തലവെട്ട് നടത്തിയോ, നമ്മളോട് ഏൽപ്പിച്ച ചുമതല നമ്മൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്നല്ല. നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും പള്ളി ഇവിടെ ഉണ്ടാകും, പള്ളി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ സ്വതക്ക കൊടുത്തിട്ടില്ലെങ്കിലും ഇതിനെ നിലനിർത്താൻ സംവിധാനം നമ്മൾ ഉണ്ടാക്കും. നമ്മൾ തലവെട്ട് നടത്തിയിട്ടില്ലെങ്കിലും ഇസ്ലാമിലെ ഖിയാമത്തിന്റെ അവസാന ദിവസം വരെ ശുദ്ധമായി നിലനിൽക്കാനുള്ള സംവിധാനം അള്ളാഹ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ ശത്രുക്കളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ പിശാചിലൂടെ ആയിരിക്കും. അത് അള്ളാഹുവിന്റെ വ്യവസ്ഥയിൽ, സിസ്റ്റത്തിൽ പെട്ടതാണ്. നമ്മൾ നമ്മുടെ ഖബറിന് വേണ്ടിയുള്ള സമ്പാദ്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 4-മതായി ഈ വിഷയം പരാമർശിക്കുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവൻ ഒരു നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി പറയുന്നു, ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു 5 നേരത്തെ മക്തൂബത്തായിട്ടുള്ള അഥവാ നിർബന്ധമായ
സ്വലാത്തുൽ മക്തൂബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഫർളായ നമസ്കാരങ്ങൾ. ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ കാന ഫീ ദിമ്മത്തില്ലാഹി ഇലാ സ്വലാത്തിൽ ഉഖ്റ, അടുത്ത നമസ്കാരം വരെ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. മറ്റൊരു ആയത്തിനെ കുറിച്ചോ മറ്റൊരു സൂറത്തിനെ സംബന്ധിച്ചോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കാണാൻ സാധ്യമല്ല. അഞ്ചാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്, അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരൊറ്റ തടസ്സമുള്ളൂ, അതുപോലെ മരണമാണ്. മരിക്കാത്തതുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തത്, മരിച്ചാൽ സ്വർഗ്ഗത്തിൽ. ഒരു നേരം നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ മരണം മാത്രമേ സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രിക്ക് തടസ്സമുള്ളൂ. വെറുതെ ചൊല്ലിയാൽ പോരാ, ആശയം അറിഞ്ഞ് അതിന്റെ ഓരോ ലഫ്ളുകളുടെയും ആഴങ്ങൾ അറിഞ്ഞ് ആ അറിഞ്ഞതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം വെച്ച് പുലർത്തിക്കൊണ്ട് വെറുതെ ലായിലായിലുള്ള ചൊല്ലിയാൽ പോരാ, ആ ലായിലാഹിലുള്ള അറിഞ്ഞു ചൊല്ലേണ്ടതുണ്ട്. അതിന്റെ ആശയത്തെയും വിശാലതയെയും പിന്നെ അത് ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞത് ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള വചനമാവും. ആ വചനം മുഖേന ദുനിയാവിലെ സംരക്ഷണം, രാവിലെ സംരക്ഷണം, നമസ്കാരങ്ങൾക്കിടയിലുള്ള സംരക്ഷണം, നരകത്തിൽ നിന്നുള്ള സംരക്ഷണം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് എളുപ്പമാക്കി തരുന്ന വചനമാണ് ആയത്തുൽ കുർസി. ധാരാളമായി പാരായണം ചെയ്യുക. പ്രത്യേകമായി പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ച സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പൂർണ്ണമായി ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ മഹത്വം പഠിച്ച്, നമസ്കാരത്തിന്റെ മഹത്വം പഠിച്ച്, നോമ്പിന്റെ മഹത്വം പഠിച്ച്, ഏതൊരു ആരാധനാ കർമ്മം നിർവഹിക്കുമ്പോൾ അതിന്റെ ഫദൽ, അതിന്റെ നേട്ടം അത് മുഖേന തനിക്കെന്ത് കിട്ടാനുണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോൾ മാത്രമേ ആ കർമ്മത്തിൽ ശക്തമായ ഒരു ആവേശം, നമുക്കൊരു ആർജവും ഒരു വലിയ താല്പര്യവും ആ കർമ്മം നിർവഹിക്കുമ്പോഴുള്ള ഒരു ആസ്വാദനവും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തെ ഗൗരവത്തിലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു വസ്സലാത്തു വസ്സലാമു അലാ خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. يا أيها الناس أوصيكم وإياي حاليا بتقوى الله. സഹോദരി സഹോദരന്മാർ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്കൂളുകളിലും വേനലവധിക്ക് വേണ്ടി കുട്ടികളൊക്കെ ഫ്രീയാണ്. ഹൈസ്കൂൾ പ്ലസ് ടു പൂർത്തിയായ സന്ദർഭത്തിൽ എൻ്റെ രക്ഷിതാക്കളോട് വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. മക്കള് നമ്മുടേതാണ്, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. നാം ശാരീരികമായ അധ്വാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. അവരെ ദുനിയാവിലും അവരെ ആശ്രമത്തിലും നമുക്ക് ഉപകാരപ്പെടാം. അതുകൊണ്ട് കുട്ടികൾ കളിക്കുന്ന പ്രായമാണ്, അവർ കളിക്കേണ്ടതാണ്, അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവരെ 2 മാസം പൂർണ്ണമായി 24 മണിക്കൂർ കളിക്കുന്നവർ മാത്രമാക്കി അവരെ സ്വതന്ത്രമായി വിട്ടേക്കരുത്. വളരെ കൃത്യമായ ഒരു അജണ്ട, ഒരു പ്ലാൻ, ഒരു ആസൂത്രണം രക്ഷിതാക്കൾ എന്നത് നമ്മൾ കൈക്കൊള്ളണം. നമ്മൾ നേരം നിർത്താൻ വരുന്നത് പോലും രാത്രി 8 മണി 9 മണി 10 മണിക്കായപ്പോൾ കയറി ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നത്. കുട്ടികളൊക്കെ രാവിലെ ഓണറിന്റെ നമ്മളുടെ ഇറങ്ങിപ്പോലെ നമ്മളിങ്ങനെ ഒരു പണിയെടുക്കുന്ന ഒരു യന്ത്രമായി മാറും. ചോദിക്കുന്നതിലൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാർ ഒരു പണിക്ക് പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള പണിയെടുക്കാനുള്ള ഒരു ആയുധമായി മാത്രമായി നമ്മൾ മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, സുബഹി ബാങ്ക് വിളിച്ചാൽ കഴിയുമെങ്കിൽ 10-15 മിനിറ്റ് നേരം ഏറ്റവും അവസാനം ബാങ്ക് കേട്ടാൽ മക്കളെ വിളിച്ച് പോകാം. നമ്മളൊന്ന് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോയില്ല, മക്കൾ തൊട്ട് 7-8 മണി വരെ ഇങ്ങനെ കിടന്നു പോകുന്നു. എന്നിട്ട് ഉണർന്നാൽ സുബഹി നിസ്കരിച്ചോ നിസ്കരിക്കാത്ത നിസ്കരിച്ച ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവരുത്. വിളിച്ചുണർത്തുകയും ഇവരുടെ കയ്യിൽ പിടിച്ച് ആൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഒരു പള്ളിയിലേക്ക് കൊണ്ടുവരാം. സുബഹി നമസ്കാരത്തിന്റെ
ആ ഒരു കൃത്യമായി അതിന്റെ മൊത്തത്തിൽ അവർ നമസ്കാരശീലരാക്കി മാറ്റാൻ ഈ ഒരു കാലയളവിനെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട്. രാവിലെ 1-1.5 മണിക്കൂർ അവരെ വിശുദ്ധ ഖുർആന്റെ മുന്നിൽ പിടിച്ചിരുത്തി. 9 മണിക്കൂർ 10 മണിക്കൂർ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾ അവരുടെ കൂടെ 1 മണിക്കൂർ 1/2 മണിക്കൂർ ഖുർആൻ നോക്കി പാരായണം ചെയ്യും. ബഖറ മുതൽ തുടങ്ങും. മദ്രസയിൽ ചില പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ചെറിയ സുഹൃത്തുക്കളൊക്കെ 7 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ടീച്ചർ ഇങ്ങനെ ഓതുന്നത് കേട്ടിട്ട് ഞാൻ കാണാതെ പഠിക്കും. എന്നിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞാൽ കുട്ടികൾ അതിൽ തന്നെ നോക്കും. കുട്ടികൾ കാണാതെ തന്നെ പോകും. എനിക്ക് അക്ഷരം അറിയുണ്ടാവില്ല. കുട്ടി ഓതുന്നത് കാണാതെ ടീച്ചർ വിചാരിക്കും, രക്ഷിതാക്കൾ വിചാരിക്കുന്നത് കുട്ടി നോക്കിയിട്ടാ പോകുന്നത്. എന്നിട്ട് കുട്ടി 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ വാ വെച്ച് കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് കുട്ടി ഇതുവരെ ജീവിതത്തിൽ കാണാത്ത പാഠഭാഗങ്ങൾ ഓർക്കുക. ആ അമ്മയത്തെ സാധനം സുഹൃത്ത് തബാറക്ക് സുഹൃത്ത് മുൽക്കം അല്ലെങ്കിൽ മേലെ നിങ്ങൾ അൽബക്കറ ഒപ്പം കൂടെ കൂട്ടിയിരുത്തിയിട്ട് അരിക്കും ഭാഗത്താവൊക്കെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ കുട്ടി വായിച്ച് ശീലമില്ല. ശീലം ഉണ്ടാക്കില്ല. റിപ്പീറ്റേഷൻ ആവർത്തനത്തിലൂടെ മാത്രമേ ഏത് വിഷയം ഏത് വിഷയം പഠിക്കാൻ സാധിക്കും. കൂടെ ഇരുത്തി 1/2 മണിക്കൂർ 1 മണിക്കൂർ നോക്കി പോവുകയും എവിടം വരെയാണോ മദ്രസയിൽ നിന്നൊക്കെ കുട്ടികളെ സാധാരണ പഠിച്ചിട്ടുള്ളത്, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ ഹിഫുദിന് വ്യത്യാസമുണ്ട്. ഈ ഒരു 2 മാസം കൊണ്ട് കുട്ടികളുടെ മുമ്പിലേക്ക് ഹിഫുദിന് കൃത്യമായി ഒരു ടാർജറ്റ് കൊടുക്കും. ഒരു അമ്മ ജ്യൂസ് ആദ്യം ഒരു ചെറിയ 6 വയസ്സൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചെറിയ 10 സൂറത്ത്, അത് നേരൊക്കെ ആണെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് ഒരു 5-10 സൂറത്ത്. സ്കൂളിൽ +1 പഠിക്കണം 15-16 വയസ്സുള്ള കുട്ടികൾ സെലക്ടഡ് സൂറത്തുകൾ, സൂറത്ത് മറിയമോ, സൂറത്ത് തൗഹീദിന്റെ വിശാലമായ ആശയം പഠിപ്പിക്കുന്ന സൂറത്ത് സുമർ, നിത്യജീവിതത്തിലെ നിരവധി മര്യാദകൾ പഠിപ്പിക്കുന്ന സൂറത്ത് നൂറ് അല്ലെങ്കിൽ സൂറത്ത് യാസീൻ, ഏതെങ്കിലും ഒരു സൂറത്ത് പഠിക്കും. അത് 2 മാസം കൊണ്ട് പഠിച്ചു പൂർത്തിയായി അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകും. തോനെ കുട്ടികളുള്ള ആളുകൾ ഈ കുട്ടികൾക്കിടയിൽ മത്സരങ്ങൾ നടത്തി ആരാ കൂടുതൽ പഠിച്ചെങ്കിൽ പഠിച്ച ആൾക്ക് അധിക സമ്മാനങ്ങൾ കൊടുക്കും. കുട്ടികൾക്ക് പഠനത്തോടും പാരായണത്തോടും തീരുന്നതൊക്കെ ഒരു താല്പര്യമുള്ള അവസ്ഥ. രാവിലെ 8-9 മണി വരെ 1 തിലാവത്ത് നടക്കേണ്ടതുണ്ട്, 2 ഹിഫ്ദ് നടക്കേണ്ടതുണ്ട്. ഇത് 2നും പ്രത്യേകമായി ശ്രദ്ധ വെച്ചിട്ട് 9 മണി കഴിഞ്ഞാൽ ബഹുർ വരെ പുരുഷന്മാർ കച്ചവടക്കാരൊക്കെ കച്ചവടമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. കടലിൽ കൊണ്ടുവരാറ് എങ്ങനെയാണ് കണക്കെഴുതുക, എങ്ങനെ അക്കൗണ്ട് കീപ്പ് ചെയ്യുക, എങ്ങനെയാണ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുക, ബില്ല് എങ്ങനെയാണ് അടിക്കുക, എങ്ങനെയാണ് സാധനം ഡെസ്പാച്ച് ചെയ്യുന്നത്. അങ്ങനെ വാപ്പങ്ങനെ നേരം ഇങ്ങനെ പോവുക, വൈകുന്നേരം കയറി വരുന്ന സമയത്ത് നാളെ 1000 റുപ്യാണോ മറ്റൊന്ന് 1000 റുപ്യ, ഈ 1000 റുപ്യ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പിന്നിലുള്ള അധ്വാനം മക്കളറിയുന്നു. ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ വീണാലേ ഇത് ഏറ്റെടുക്കാൻ ആളും. അപ്പൊ ഉമ്മാനെയും മനുഷ്യന്മാരെയൊക്കെ കൊണ്ട് നടക്കേണ്ട 10 വയസ്സും 12 വയസ്സും 15 വയസ്സും കുടുംബനാഥന്മാരായി മാറുന്ന കുട്ടികളൊക്കെ അവർക്കൊരു പോസിറ്റീവ് ലെവൽ ട്രെയിനിങ്, എങ്ങനെയാണ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ തങ്ങൾ കണ്ടെത്തുന്നത് എന്ന് മക്കൾ അറിഞ്ഞ് വളരേണ്ടതുണ്ട്. അത് ദുരുപയോഗം ചെയ്യാൻ ക്യാഷ് വാലെടുത്തിട്ട് വാപ്പനെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഉണ്ടാവില്ല ഒന്നുണ്ടാവില്ല. കൃത്യമായൊരു സൂക്ഷ്മത പോസിറ്റീവ് മൈൻഡിലായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്. കൃത്യമായ കണക്കുകളുടെ സക്കാത്ത് കൊടുക്കണ ഈ കണക്ക് എഴുതണം, വരവെഴുതുന്ന ചെലവെഴുതണം, എങ്ങനെയാണ് ഇന്നത്തെ വരവും ഇന്നത്തെ ചെലവും രേഖപ്പെടുത്തുന്നത്. ക്രെഡിറ്റ് ഉണ്ടാവും, എങ്ങനെയാണ് ക്രെഡിറ്റ് വാങ്ങിയ സാധനം പാർട്ട് പേയ്മെന്റ് നടത്തുമ്പോൾ ഇതെങ്ങനെയാണ് സെറ്റിൽമെന്റ് ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അവനവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള സംവിധാനം ഏതോ ആ സംവിധാനം കുട്ടികളെ അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. പെൺകുട്ടികളെ കാലക്കടയിൽ കുറിച്ച് ഏറ്റവും നമ്മൾ എങ്ങനെ ഒരു ചായ ഉണ്ടാക്കിയത്, ഒരു കറിയിൽ എത്ര അളവിലാണ് ഉപ്പിടേണ്ടത്, മുളകിടുന്ന അതേ അളവിൽ ഉപ്പിടാൻ പറ്റും, അതേ അളവിൽ മറ്റു മസാല ഇടാൻ പറ്റും. ഇതൊന്നും അറിയാത്ത മന്ദബുദ്ധികളായി ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് നമ്മുടെ മക്കൾ മാറുന്ന അവസ്ഥ ഉണ്ടാവരുത്. വസ്ത്രങ്ങളൊക്കെ അലക്കി അത് ഉണക്കാനിട്ടാൽ അതൊന്ന് തിരിച്ച് അയൺ ചെയ്ത് മടക്കി ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ, വീടിന്റെ അകങ്ങളൊക്കെ വൃത്തിയുള്ള ഒരു അവസ്ഥയിൽ കൊണ്ടു നടക്കാനൊക്കെ മക്കളെ പഠിപ്പിക്കും. മടക്കി വെക്കാൻ കുട്ടികൾക്ക് കുട്ടി വലിയ ഭാരം, അവരുടെ തലക്ക് അവരുടെ ശരീരത്തിന് ചുമക്കാൻ കഴിയാത്ത പണികളൊന്നും അല്ലാത്ത പണികളൊക്കെ വീടിനകത്തും പുറത്തും വീടിന്റെ പരിസര ശുചീകരണം ഉൾപ്പെടെ നല്ല ചൂടാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഒന്ന് കുടിക്കാനുള്ള ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. നായ അങ്ങനെ ദാഹിച്ച് ചൂട് ഇങ്ങനെ വരും. അത് ഏത് ബക്കറ്റിലെ വെള്ളം കിട്ടും, ചിലപ്പോൾ കിട്ടുന്ന കിണറിൽ നിന്ന് കോരി എടുക്കുന്ന വെള്ളമായിരിക്കും. അത് അതിന് കുടിക്കാനൊരു പാത്രം അല്പം ദൂരം പഴയ പാത്രം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാതെ അത്തരം പൊതുബോധത്തെ, സാമൂഹികമായ ബോധത്തെ ഒക്കെ മക്കളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4 മണി കഴിഞ്ഞാൽ ഒരു മകരിവ് വരെ 15 മിനിറ്റ് കളിക്കാൻ പറ്റും, ഫ്രീ ആയിട്ട്. ആ കളികൾ മുഴുവൻ ശാരീരിക ക്ഷമത നേടിയെടുക്കുന്ന കളികളായിരിക്കും. ഫുട്ബോളോ
ക്രിക്കറ്റോ ഓട്ടോ ചാട്ടോ വള്ളിച്ചാട്ടോ എന്തായാലും വേണ്ടില്ല, ഫ്രീ ഉള്ള രക്ഷിതാക്കൾ അതിന്റെ കൂടെ ഒന്ന് ചാടി കൊടുക്കുക. ഉമ്മാരൊക്കെ വെറുതെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്ന 4 മണിക്ക് പണികളൊക്കെ പൂർത്തിയായി കുട്ടികളെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് 1.5 മണിക്കൂർ ശരി ഒന്ന് ഇളകുന്നതും ഒന്ന് വേർക്കുന്നതൊക്കെ എല്ലാവർക്കും നല്ലതാണ്. മനസ്സിനെ നശിപ്പിക്കുന്ന, പണത്തെ നശിപ്പിക്കുന്ന ഗെയിംസുകളിലേക്ക്, മൊബൈൽ ഫോണുകളുടെ അഡിക്ഷനിലേക്ക് മക്കൾ പോകാതിരിക്കാൻ അവരുടെ കൂടെ കൂടി നിന്നുകൊണ്ട്, അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ശാരീരിക ക്ഷമതയുണ്ടാക്കുന്ന തരത്തിലുള്ള കളികളിൽ വ്യാപൃതരാകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതിന് മുൻപ് മക്കളെല്ലാവരും കുളിച്ച് വൃത്തിയായി അകത്ത് കയറുന്നുണ്ട്, പള്ളിയിൽ പോകേണ്ടവരൊക്കെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. മഗ്‌രിബിന് ശേഷം ഇശാ വരെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്ന പുസ്തകങ്ങളുടെ പാരായണത്തിൽ മദ്രസയിൽ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ, ഇന്നൊരു പാഠം പഠിപ്പിക്കുകയും ഒരു പാഠം പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തിലൊരു പാഠം പഠിച്ചിട്ടുണ്ട്, നാളെ വിശ്വാസത്തിലെയും അറബി പാഠപുസ്തകത്തിലെയും പരീക്ഷയുടെ ഡേറ്റിന്റെ ഉള്ളിലായിട്ട് പാഠപുസ്തകങ്ങളൊക്കെ കുട്ടികൾ കൃത്യമായി സ്കൂളിലെ പരീക്ഷകളുടെ ടൈം ടേബിൾ ഉണ്ടാക്കും. എന്നിട്ട് ഉമ്മാരൊക്കെ കൂടെ ഇരുന്ന് ഉറപ്പുറക്കും, എന്നിട്ട് കൂടെ കട്ടച്ചായ ഉണ്ടാക്കുന്നു. പക്ഷെ മദ്രസ ഇതൊന്നും ബാധകമില്ലാത്ത തരത്തിലുള്ള കൂട്ട് അത് ഉണ്ടായാൽ അതിന്റെ നഷ്ടം ആരാണോ ആ മേഖലയിൽ വീഴ്ച വരുത്തിയത് ആ രക്ഷിതാക്കൾ മാത്രം അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി മദ്രസ പരീക്ഷയ്ക്ക് വേണ്ടി 12-ാം തീയതി മുതൽ മദ്രസയിലെ ആനുവൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ശ്രദ്ധയും ആ മേഖലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 1-2 ദിവസമൊക്കെ കുട്ടികളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി കുട്ടികൾ നമ്മുടേതാണ്, നാം അവർക്ക് നൽകേണ്ട സ്നേഹവും പരിഗണനയും തോളിൽ കൈവയ്ക്കൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ നാട്ടിലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകും. നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറാനും അവരെ ടൂറിന് വേണ്ടിയിട്ട് കുളുവിലേക്കും മണാലിയിലേക്കും മുന്നാറിലേക്കും കൊണ്ടുപോകാൻ പുറത്ത ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അത് പൈശാചികമായിരിക്കാം എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ സ്നേഹബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് ശാസിക്കേണ്ടിടത്ത് ശാസിച്ച് ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിച്ചുകൊണ്ട് തിന്മകളിലേക്ക് അവർ വഴിമാറിപ്പോകാതെ ഈ 2 മാസക്കാലം അവർ ക്യാമ്പസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത്. ആ വീട്ടിലുള്ള സമയത്ത് പൂർണ്ണമായും അവരെ ഉപയോഗപ്പെടുത്താനും അവർക്ക് നന്മകൾ പകർന്നു നൽകാനും അതോടൊപ്പം വ്യത്യസ്തങ്ങളായ ധാരാളം റെസിഡൻഷ്യൽ 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന സംഘടനാ സംവിധാനത്തിലേക്കുള്ള ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക. ധാരാളം ജീവിതത്തിൽ മരണം വരെ അവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടുന്ന വഴിത്തിരിവായി മാറുന്ന തരത്തിലുള്ള അവരുടെ മനസ്സിൽ സ്വാധീനം ലഭിക്കുന്ന ചില ക്ലാസ്സുകളൊക്കെ അത്തരം ക്യാമ്പുകൾ ലഭിക്കും. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ചുരുങ്ങിയത് വീട്ടിൽ നിന്നിട്ട് ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ അത്തരം ക്യാമ്പുകളൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനും ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി മാറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബജീവിതത്തിൽ സമ്പൂർണ്ണമായ ഒരു കുളിർമ, ഒരു കൺകുളിർമയും ആശ്വാസവും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവിധ പാകപ്പിഴവുകളും പാപങ്ങളും എല്ലാം പരിശുദ്ധ റമളാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ادخلنا الجنه يا رب العالمين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على محمد وسلم والحمد لله رب